ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് എല്ലാവരുടെയും നിന്ന് തെറ്റുകൾ സംഭവിക്കാം. തെറ്റെന്ന് പറയുന്നത് തന്നെ മനുഷ്യ സഹജമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുമുണ്ട്, അതുപോലെ തന്നെ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കുറച്ചേറെ തെറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയെന്നും അതിൻ്റെ ശരിയായ രീതി ഏതൊക്കെയെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുമ്പോൾ സൂര്യപ്രകാശമാണ്. അപ്പോൾ നമ്മൾ ദിനം യൂസ് ചെയ്യുന്ന പച്ചക്കറികളിൽ 99% പച്ചക്കറികൾക്കും നല്ല സൂര്യപ്രകാശം വേണ്ടവ തന്നെയാണ്. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഷെയ്ഡിൽ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പരിചരണവും നൽകിയിട്ടും അതിൽ നിന്ന് കായ്കൾ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ടല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നല്ല കെയർ കൊടുക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് വേണ്ടത്ര സൂര്യപ്രകാശവും നൽകാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ കുമ്മായം കൊടുക്കുന്നതിലുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കുമ്മായം കൊടുക്കുന്നത് ഞാൻ ഇതിന് മുന്നേയും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുമ്മായം നമ്മൾ എപ്പം ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിന് ഒരാഴ്ച ഗ്യാപ്പിൽ വേണം നമ്മൾ രാസവളങ്ങൾ ഏതെങ്കിലും ചെടികൾക്ക് നൽകുന്നെങ്കിൽ നൽകാൻ. അപ്പോൾ ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല, പക്ഷേ ചിലരെങ്കിലും രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ കുമ്മായം കൊടുത്ത് ഒരാഴ്ച കാലയളവിൽ വേണം നമ്മൾ രാസവളങ്ങൾ കൊടുക്കാൻ. അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊതുവേ രാസവളങ്ങൾക്കെല്ലാം അസിഡിറ്റി കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ കുമ്മായം ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസിഡിക് ലെവലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, pH-നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അസിഡിക് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സാധനം കൊടുക്കുന്നതിൻ്റെ ഒരു ഫലമില്ലാതെയാവും. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഗ്യാപ്പ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഗ്രോ ബാഗുകൾ നിറയ്ക്കുമ്പോൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പലരും അറിയാതെങ്കിലും സമയക്കുറവ് ഉണ്ടായാലും ചെയ്യുന്നൊരു കാര്യമാണ് കുമ്മായവും അതുപോലെ തന്നെ അടിവളങ്ങളും എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികൾ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുന്ന ഒരു രീതി. പക്ഷെ ഒരിക്കലും ആ രീതി ചെയ്യരുത് കേട്ടോ. അതെന്ന് പറയുന്നത് മണ്ണ് ആദ്യം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുമ്മായം ഇട്ട് ഒരാഴ്ചയോളം നമ്മൾ വെച്ചിരുന്നതിന് ശേഷം പിന്നെ വേണം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാനുള്ള വളങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് വെക്കാനായിട്ട്. അങ്ങനെ വെച്ചിട്ടും വീണ്ടും ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെടികൾ അതിൽ കുഴിച്ചു വെക്കാൻ. അപ്പോൾ അതും കൂടി മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗുകൾ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആദ്യം തന്നെ ചെടികൾ കുറച്ച് മണ്ണിട്ട് നട്ട് വയ്ക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും, വളമിടും, എല്ലാം ചെയ്യാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ മണ്ണിനെ പറ്റി പിന്നെ ചിന്തിക്കുന്നതേ ഇല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആദ്യം തന്നെ ചെടി നടുമ്പോൾ ഒരു പകുതി ഭാഗം വരെ മാത്രമേ മണ്ണ് നിറച്ചിട്ട് ചെടി നട്ടു വെക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ വെള്ളവും വളവും നൽകുന്നത് പോലെ തന്നെ ചെടിയുടെ വളർച്ചാ ഘട്ടങ്ങളിലും കുറേശ്ശെ മണ്ണ് നമ്മൾ ആ ചെടികളുടെ മൂടുകളിലേക്ക് കൂട്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ പലരും ഏതെങ്കിലും ഒരു കീടനാശിനി മേടിച്ച് വെച്ചിട്ട് നമ്മളെ ചെടികളിൽ സ്ഥിരമായിട്ട് ഒരേ കീടനാശിനി യൂസ് ചെയ്യാറുണ്ടല്ലേ. വേപ്പെണ്ണയാണെങ്കിൽ വേപ്പെണ്ണ, അല്ലെങ്കിൽ വെറ്റിസീലാണെങ്കിൽ വെറ്റിസീൽ, ഏതെങ്കിലും ഒന്ന് മാത്രം മേടിച്ച് വെച്ചിട്ട് നമ്മൾ ചെടികൾക്ക് നൽകാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം വേപ്പെണ്ണ, വെറ്റിസീലും, ബിവേറി, ഇങ്ങനെ പല കീടനാശിനി നമുക്ക് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ പുകയില കഷായം, അതുപോലെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന പല കീടനാശിനികളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ മാറിയും തിരിഞ്ഞും ഒന്ന് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ മാറിയും തിരിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ഥിരം നമ്മളൊരു കീടനാശിനി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് അത് വരുന്നതിന് മുന്നേ തന്നെ ചികിത്സിക്കുന്നത്. അപ്പം നമ്മൾ ചെടികൾക്ക് ചെറിയ ചെടികൾ ആയിരിക്കുമ്പോൾ മുതൽ വെള്ളവും വളവും നൽകാറുണ്ടല്ലേ. അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ ഈ ഒരു 5 പ്രായമാകുമ്പോൾ മുതൽ തന്നെ ചെടികളിൽ കീടനാശിനികൾ അപ്ലൈ ചെയ്യുക. അത് മാറിയും തിരിഞ്ഞ് അപ്ലൈ ചെയ്യുക. ഒരു കീടനാശിനി തന്നെ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ അടുക്കളയിലെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഗ്രോ ബാഗുകളിൽ നേരിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. കിച്ചൺ വേസ്റ്റ്, പീല്, നമ്മളെ പഴുത്തുള്ളി, ഇതും എല്ലാം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. അത് വളമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു കമ്പോസ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്ത് പ്രോസസ്സാണ് നടക്കുന്നതെന്ന്. ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരിക്കും, ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കമ്പോസ്റ്റ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ
ഹീറ്റ് നമ്മുടെ ചെടികളെ കാര്യമായി തന്നെ ബാധിക്കും, ദോഷകരമായി തന്നെ ബാധിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ചില ബാക്ടീരിയസ് ആയാലും ഇത് അഴുകാനുള്ള ബാക്ടീരിയസൊക്കെ ആയാലും നമ്മളെ ചെടികൾക്ക് അഴുകൽ അങ്ങനെയുള്ള ദോഷകരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് ഗ്രോ ബാഗുകളിൽ ഇടരുത്. അത് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് നമ്മൾ കമ്പോസ്റ്റിനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ആ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ആ കമ്പോസ്റ്റ് കൊണ്ട് നമ്മളെ ചെടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അഥവാ നമ്മൾ കുറച്ചൊക്കെ വേസ്റ്റ് ഉള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും കൊണ്ടുവന്നിടാമെന്ന്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ചെടികളുടെ ചോട്ടിൽ തട്ടാതെ കുറച്ച് അകലെ മാറ്റി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ പച്ചച്ചാണകം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചച്ചാണകം ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ചെടികളുടെ ചോടുകൾ ഇട്ട് ഒരിക്കലും കൊടുക്കരുത്. അത് നമ്മൾ പച്ചച്ചാണകം എടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രം ചെടികൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറയുമ്പോൾ വെർട്ടിസീലും അതുപോലെ അല്ലെങ്കിൽ വേപ്പെണ്ണ അല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിതം ഇതൊക്കെയെന്ന് പറയുന്നത് ജൈവ കീടനാശിനികളാണ്. അതുപോലെ തന്നെ ചെടികൾക്ക് നമുക്ക് വളങ്ങളും ലിക്വിഡായിട്ടുള്ള ധാരാളം വളങ്ങളും നൽകാറുണ്ടല്ലേ. ഫിഷ് അമിനോ ഉണ്ട്, എഗ് അമിനോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ചെടികളുടെ മുകളിൽ, ഇലകളുടെ മുകളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പലപ്പോഴും ചെയ്യുന്നത്. ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റാണത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇലകൾക്ക് മുകളിലും അതുപോലെ തന്നെ ഇലകൾക്ക് അടിയിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനാണോ അത് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ്, നമ്മൾ തക്കാളി ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ വെള്ളീച്ച ശല്യം, അല്ലെങ്കിൽ പച്ചമുളകൊക്കെ വെച്ച് കഴിയുമ്പോൾ വെള്ളീച്ച ശല്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആൾക്കാർ ചെയ്യും, പെട്ടെന്ന് പോയൊരു മഞ്ഞക്കിണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യാറുണ്ടല്ലേ. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ വെള്ളിയാഴ്ച വരുന്നതിന് മുന്നേ തന്നെ നമ്മളത് ചെയ്യണം. നമ്മൾ ചെടികൾ കുഴിച്ച് വെക്കുമ്പോൾ തന്നെ സൈഡുകളിലെല്ലാം മഞ്ഞക്കിണികൾ സ്ഥാപിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ചെടികളെ അട്രാക്റ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളെ ഈ മഞ്ഞക്കിണി ആകർഷിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ വെള്ളീച്ച ശല്യമൊക്കെ വന്നതിന് ശേഷം നമ്മളിത് കൊണ്ടുവെക്കാൻ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.